കൃപാസനം പ്രസാദ് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി ആയി നന്ദി. എൻ്റെ പേര് ലിസി. തൃശ്ശൂർ രൂപതയിലെ പേരകമടവിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകന് രോഗസൗഖ്യം ലഭിച്ച സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മകൻ കുവൈറ്റിൽ 5 വർഷമായി ഡ്രാഫ്റ്റ്മാനായി വർക്ക് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 2024 മാർച്ച് മുതൽ അവന് കാഴ്ച കുറവും നടക്കുമ്പോൾ വീഴാൻ പോകുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൈയും കാലും, ഇടത്തെ കൈയും കാലും സ്റ്റിഫ്നെസ് ആവുക, മൂവ്മെൻറ്റ് വരുന്ന സമയങ്ങളിലൊക്കെ അവനത് സ്റ്റിഫ്നെസ്സായി, വായും അതുപോലെ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന രീതിയിൽ അവനെ കണ്ടു തുടങ്ങി. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തി ഡോക്ടറെ കാണിച്ചു. ഞങ്ങൾ MRI സ്കാൻ എടുത്തപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് ഡോക്ടർ ഒരു പേര് നൽകി, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന പേര് നൽകി. അങ്ങനെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രതിരോധ ശക്തിയുടെ അണുക്കൾ കൂടിയിട്ട് അവന് പുറത്തു നിന്നുള്ള അസുഖങ്ങൾ വരാത്തത് കൊണ്ട്, മറ്റുള്ള അസുഖങ്ങൾ വരാത്തത് കൊണ്ട് സ്വയം ബോഡി റിയാക്ട് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് ഇവന് കണ്ട സിംറ്റംസ് ഇവൻ്റെ ഞരമ്പുകളിലുള്ള കവറിങ് ദ്രവിച്ചു പോവുക. അങ്ങനെ ദ്രവിച്ചു പോകുമ്പോൾ അതിൽ ബ്ലഡ് സർക്കുലേഷൻ വരുന്നില്ല, അവിടെ നീർക്കെട്ട് വരിക. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റിഫ്നെസ് വരുന്നത് പറഞ്ഞത്. അതൊരു ദിവസം 25 പ്രാവശ്യം 27 പ്രാവശ്യമൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ സ്റ്റിറോയിഡിൻ്റെ ഒരു റിട്ടുക്സ്മാബ് എന്നൊരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അത് 2 ഡോസാണ് ശരിക്കും ആ ട്രീറ്റ്മെൻറ്റിൽ. ഞങ്ങൾ 1 ഡോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാനൊരു അധ്യാപികയാണ്. ഒരു ടീച്ചർ പറഞ്ഞു എനിക്കൊരു ബ്രദറിനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ ആ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ റൂമിൽ, ഞങ്ങളൊന്ന് ഹോസ്പിറ്റലാണ്, റൂമിൽ കൃപാസനം മാതാവിനെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ രാജഗിരി ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവിടെ നിന്നൊരു പത്രം കിട്ടി. ഞാനത് വായിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞു കൃപാസനം പത്രം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ബ്രദർ പറഞ്ഞു ഉടനെ തന്നെ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനിവിടുന്ന് ഇറങ്ങി വന്നതല്ല, ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഡിസ്ചാർജായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ 25 പ്രാവശ്യം കണ്ടിരുന്ന സിംറ്റംസ് അതൊരു 15 പ്രാവശ്യമായി കുറഞ്ഞു. അതുപോലെ തന്നെ 15 ദിവസം കഴിഞ്ഞ് അടുത്ത ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകുമ്പോഴേക്കും അത് കുറഞ്ഞു വന്ന് കംപ്ലീറ്റ് മാറിപ്പോയി. ഡോക്ടർക്ക് തന്നെ അതിശയമായി. ഞങ്ങൾ അടുത്ത റിവ്യൂവിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് വിശ്വാസമാവണില്ല. അവനെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കുക, ഇരുത്തിക്കുക, കയ്യും കാലും അങ്ങനെ ഉയർത്തി കാണിക്കുക. കാരണം ചലനം വരുമ്പോഴൊക്കെ ഇവനിത് കാണുകയായിരുന്നു. കുട്ടി ഭയങ്കരമായിട്ട് വിഷമിക്കുകയായിരുന്നു. ഡോക്ടർക്ക് തന്നെ അതിശയം തോന്നി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 4 ഡോസ് ചെയ്യേണ്ട, ഇഞ്ചക്ഷൻ 2 ഡോസുമ്പോൾ നമുക്ക് നിർത്താമെന്ന് പറഞ്ഞു. പിന്നെ ഇഞ്ചക്ഷൻ മാറ്റി മരുന്നുകളാക്കി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ അസുഖമൊക്കെ മാറി വന്നപ്പോൾ ഇവന് ഇമ്മ്യൂണിറ്റി പവർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ആ ഇഞ്ചക്ഷനിലൂടെ. കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി പവർ പോയപ്പോൾ അവന് മോന് പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പല ടെസ്റ്റുകളും നടത്തി. എല്ലാ ടെസ്റ്റിലും നെഗറ്റീവാണ്. മാതാവിനോട് ശക്തിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണം, പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രോഗം കണ്ടുപിടിച്ചു. അവന് ലെൻസിൽ കഫം കെട്ടി നിന്നിട്ട് ഒരു ഫംഗൽ ന്യൂമോണിയ പോലെ വന്നിരിക്കുകയാണെന്ന് കണ്ടെത്തി. അങ്ങനെ അതിന് മരുന്നുകൾ ചെയ്തപ്പോൾ ആ അസുഖം പൂർണ്ണമായി ഭേദപ്പെട്ടു. പിന്നെ അതുപോലെ 3 മാസം കഴിഞ്ഞ് വീണ്ടും MRI സ്കാൻ ചെയ്തപ്പോൾ അവന് ഈ കവറിങ് പോകുന്നത് പുതിയതായിട്ടൊന്നും കാണുന്നില്ല, കുറഞ്ഞു വരുന്നിട്ടുണ്ട്, പേടിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം 6 മാസം കഴിഞ്ഞിട്ട് ഒരു NMO-MOG എന്നൊരു ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും 2 കൊല്ലം തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് മരുന്നൊക്കെ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ അതിൽ അച്ഛൻ ഒരു ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഉടമ്പടി പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അമ്മേ എന്നെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഒരു പ്രത്യേക വിശ്വാസം തോന്നി. ഞാൻ എപ്പോഴും അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഞാൻ ജോലി ചെയ്യുമ്പോഴും സ്കൂളിലാകുമ്പോഴൊക്കെ അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നു, അത് നെഗറ്റീവായി.
ചിത്തമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഇവൻ്റെ ഭാര്യയാണത്. അവന് അസുഖമുള്ള സമയത്ത് അവൾ 9 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഞങ്ങൾ വിഷമിച്ചു. അവൾക്കും നല്ല വിഷമമായിരുന്നു. പ്രസവം കോംപ്ലിക്കേറ്റഡ് ആവല്ലേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഡേറ്റ് ആവണ അന്ന് അഡ്മിറ്റ് ആവണ അന്ന് ഫ്ലൂയിഡ് പോയി. യൂട്രസ് തീരെ വികസിക്കുന്നില്ല, 2 സെൻറ്റിമീറ്റർ വികസിച്ചിട്ടുള്ളൂ, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടറോട് പറഞ്ഞു. ഞങ്ങൾ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർക്ക് ഒ പിയിൽ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒ പി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ 1 മണി ഒരിക്കൽ ആയപ്പോൾ അവൾക്ക് വേദന വന്നു തുടങ്ങി. അതുപോലെ യൂട്രസ് വികസിച്ചു. 3 മണിയാകുമ്പോഴേക്കും ഒരു നല്ലൊരു പെൺകുഞ്ഞിനെ, ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മോന് ഡോക്ടറോട് ചോദിച്ചു, ഞങ്ങൾ ഗൾഫിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ടിട്ട് ഞാൻ സെപ്റ്റംബർ 26-ാം തീയതി രണ്ടാമതും ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു. അതിൽ നിയോഗം എഴുതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 31-ാം തീയതി എൻ്റെ മോന് പോകണം മാതാവി എന്ന് പറഞ്ഞു. അതുപോലെ അവന് പോകാൻ പറ്റി. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ 5 ദിവസത്തെ ലീവിന് വന്നതാണ് അവൻ. അപ്പോൾ അന്ന് മാനേജർ പറഞ്ഞിരുന്നു 5 ദിവസം കഴിഞ്ഞ് ലീവിന് വന്നില്ലെങ്കിൽ ഞങ്ങൾ റിസൈനായി കണക്കാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 5 മാസം വരെ മാനേജർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കമ്പനിയിൽ 5 മാസത്തെ പെൻഡിങ് വന്നപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ അവർ വേറൊരാളെ വെച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ്, അതൊന്നും ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവൻ ഇവിടുന്ന് അങ്ങനെ നാട്ടിലുള്ള സമയത്ത് തന്നെ അവൻ 2ാമത്തെ കമ്പനിയിലാണ് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കമ്പനിയിലെ മാനേജർ ഇവൻ്റെ വിശേഷം അറിയാനല്ല, നമ്പർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വിളിക്കുക എന്ന രീതിയിൽ മോനെ വിളിച്ചു. എന്താണ് വിശേഷം, സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു, പഴയ കമ്പനിയിലത്തെ മാനേജർ പറഞ്ഞു, നീ ഈ കമ്പനിയിലേക്ക് പോരുന്നോ, നീ ഇവിടെ വാങ്ങുന്ന ശമ്പളം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനിവിടുന്ന് പോയി. അപ്പോഴാണ് ഈ കമ്പനിയിൽ അവിടെ വേറെ ആളെ വെച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം മാതാവ് അതിന് മുന്നേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഇടപെട്ടുകൊണ്ട് അവന് ജോലി തിരിച്ചു കൊടുത്തു. ഇനി അവൻ തിങ്കളാഴ്ച പോവുകയാണ് ആ കമ്പനിയിൽ വീണ്ടും ജോയിൻ ചെയ്യാൻ പോണ്. അത് വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. മാതാവ് തന്ന ഈ 3 അനുഗ്രഹത്തിന് 1000 നന്ദി പറയുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു കാര്യം പറയാം. ജോലിയുള്ളത് കൊണ്ട് നേരത്തെ എണീക്കാനും വൈകിട്ട് പ്രാർത്ഥിക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. രാവിലെ 8 മണിക്ക് സ്കൂളിലേക്ക് പോകണം, വൈകിട്ട് 6 മണി 7 മണിക്കൊക്കെ വരിക. അപ്പോൾ രാവിലെ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ മോന് വയ്യാണ്ട് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇന്ന് 4:30 എണീക്കും, പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പള്ളിയിൽ പോയിട്ടാണ് ഞാൻ എന്നും സ്കൂളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ വൈകിട്ട് 7 മണി 7:30 ഇന്ന് ഷാർപ്പ് സമയമുണ്ടെങ്കിൽ ഞാനും മോനും ഞങ്ങൾക്ക് അമ്മയുണ്ട് 3 ആളും കൂടി കൊന്ത ചെല്ലും. അത് നിർബന്ധമാണ്, എവിടെ പോയാലും അത് ചെല്ലണം എന്നുള്ളതൊരു മനസ്സിലൊരു വന്നു പോയി. അങ്ങനെ എന്നും ഞങ്ങളത് മുടങ്ങാതെ ചെല്ലുന്നുണ്ട്. അതുപോലെ രാവിലത്തെ പ്രത്യക്ഷ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടമ്പടി തൈലം മോൻ്റെ നെറ്റിയിലും അവൻ്റെ എവിടേക്കാണ് ബുദ്ധിമുട്ട്, ഞരമ്പിൻ്റെ കവറി പോയത്, കണ്ണിൻ്റെ അവിടെ, ബ്രെയിനിൽ, സ്പൈനിലൊക്കെ ആയിരുന്നു കവറിങ് പോയത്. അവിടെയൊക്കെ ഞാൻ തൈലം പുരട്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും തേനും ഉപ്പും കഴിച്ചിരുന്നു. അതൊരു പ്രത്യേക ഒരു അനുഗ്രഹമാണ്. പിന്നെ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഞങ്ങളടുത്ത് ഒരു ക്യാൻസർ രോഗി ഉണ്ടായിരുന്നു. രോഗികളെ കാണാൻ പോകുമ്പോഴൊക്കെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഉപ്പും തൈലൊക്കെ കൂടുതൽ മേടിച്ച് പോകും, കാശ് രൂപയൊക്കെ ഞാൻ മേടിച്ച് പോകും. അതൊക്കെ ഞാൻ അവർക്ക് കൊടുക്കും, സാമ്പത്തികമായി സഹായിക്കും. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്ക് നഴ്സിങ്ങിന് പഠിക്കുകയാണ്, ഒരു സെം ഫീസ് അടയ്ക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്ത് ഞങ്ങൾ സഹായിച്ചു. 1000 നന്ദി. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പിന്നീട് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഈശോ അനേകർക്ക് രോഗശാന്തി നൽകുന്നു. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും ഒക്കെ കണ്ടിട്ട് ജനക്കൂട്ടം വിസ്മയിക്കുന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് തുടർന്ന് തിരുവചനങ്ങൾ അരുളി ചെയ്യുക. ഇവിടെ തൻ്റെ മകൻ്റെ രോഗസൗഖ്യം പങ്കുവയ്ക്കുകയാണ് ലിസി ഡൊമിനിക്ക്. എങ്ങനെയാണ് തൻ്റെ മകന്, ആരോഗ്യമുള്ള മകന് എങ്ങനെ പിന്നീട് പെട്ടെന്ന് രോഗിയാകുന്നു,
ആ മകന് എന്തെല്ലാമായിരുന്നു സംഭവിച്ചു കൊണ്ടിരുന്നത്. ഇതൊക്കെ ഇവിടെ നാം കേട്ടുകഴിഞ്ഞ കാര്യമാണ്. കാനാൻകാരി സ്ത്രീ തൻ്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ പുറകെ വരുമ്പോൾ ഒരക്ഷരം പോലും ഈശോ പറഞ്ഞില്ല എന്നാണ് തിരുവചനം പറയുക. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല, ഒരക്ഷരം പറഞ്ഞില്ല. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഇവൾ നമ്മുടെ പുറകെ വരുന്നുണ്ടല്ലോ, അവൾ നിലവിളിക്കുന്നല്ലോ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞതൊക്കെ, ഇസ്രായേൽ ഗോത്രത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ വന്നത്. എന്നിട്ട് ഈശോ പറഞ്ഞ വാക്കാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. പക്ഷേ ആ സ്ത്രീ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ നായയാണ്, അതാണ് അവൾ അക്സെപ്റ്റ് ചെയ്തതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാവുക. അതായത് നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ ഭക്ഷിക്കുന്നില്ലേ കർത്താവേ എന്നവൾ ചോദിക്കുമ്പോൾ ഈശോ പ്രശംസിക്കുകയാണ് അവളെ. നിൻ്റെ വിശ്വാസം വലുതാണ്. ഇവിടെ തൻ്റെ മകൻ്റെ രോഗസൗഖ്യം അത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ കൃപാസന മാതാവ് എങ്ങനെയാണ് ഹോസ്പിറ്റൽ മുറിയിൽ തൻ്റെ അടുത്ത് വന്നതെന്നും തനിക്കതെങ്ങനെ വെളിപ്പെട്ട് കിട്ടിയെന്നുമൊക്കെ ഈ മകളിവിടെ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് പെട്ടെന്നാണ് റിക്കവറി ഉണ്ടാകുന്നത്. എത്ര ഇൻ്റർവെല്ലിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന, അതായത് ഒരു ബോഡി പാർട്ടും ചലിക്കാൻ പാടില്ല, ചലിക്കുമ്പോൾ ആ മകന് അസ്വസ്ഥതകളാണ്. രോഗം എന്തായിരുന്നു എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് നാം കേട്ടതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പിന്നീട് അങ്ങോട്ട് കിട്ടുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, ഇന്ന് ഇപ്പോൾ അസുഖമേ ഇല്ല. അങ്ങനെ എങ്ങനെയാണ് തനിക്ക് തൻ്റെ മകനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു കിട്ടിയതെന്നും അത് വീണ്ടും ആ മകന് മറ്റൊരു, അതായത് ഇമ്മ്യൂണിറ്റി പവർ മൊത്തം കുറയുമ്പോൾ പിന്നീടുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതിൽ നിന്നും പൂർണ്ണ സൗഖ്യം, കുഞ്ഞിൻ്റെ അതായത് മകളുടെ ഡെലിവറി, അതുമൊക്കെ പരിപൂർണമായിട്ടുള്ള സംരക്ഷണത്തിന് അമ്മ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ മാറി, തൻ്റെ ജോലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ ജോലിയുണ്ട്, നമുക്കൊന്നും ജോലി വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. എന്നാൽ ഈ ജോലി മൂലം നാം കർത്താവിനെ അല്പം അകറ്റി നിർത്തിയോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. പ്രാർത്ഥനയ്ക്കുള്ള സമയം, അല്ലെങ്കിൽ വിശുദ്ധ കൂദാശ ജീവിതത്തിനുള്ള പ്രാധാന്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇന്ന് അതൊക്കെ റീതിങ്ക് ചെയ്യുമ്പോൾ ഈ മകൾക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെയൊന്നും പോയാൽ പോരാ എന്ന്. അവിടെയാണ് വ്യത്യാസം വന്നത്. ആ ഒരു വ്യത്യാസമാണ് ഇന്ന് കാനാൻകാരി സ്ത്രീയെ പോലെ ഇവിടെ വന്ന് നിന്ന് ഈശോ തനിക്ക് ചെയ്ത കൃപകളെക്കുറിച്ച്, തൻ്റെ കുടുംബത്തിന് ചെയ്ത കൃപകളെക്കുറിച്ച് പറയുവാൻ ഈ കുടുംബത്തെ അർഹരാക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൂടുതൽ കൃപകൾ ലഭിക്കുന്നവരാകാൻ, ഉടമ്പടിയിൽ കൂടുതൽ സീരിയസ് ആകാൻ, സിൻസിയർ ആകാൻ ദൈവം നമുക്കിടവരുത്തട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.